ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ 2023-24 സെക്കൻഡ് ടൈം ഇവാലുവേഷൻ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗതിവിധി 1. അപ്പോൾ നോക്കി നോക്കാം. സൂചന ഗഡ് പടേ ഔർ പ്രശ്നവും കെ ഉത്തർ ലിഖേ. അപ്പോൾ ഒരു ഖണ്ഡിക തന്നിട്ടുണ്ട്, അപ്പോൾ അത് വായിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ വിനു കഹാം ജാ രഹാ ദാ. വിനു കഹാം ജാ രഹാ ദാ. പഹാഡ്, മൈതാന്, ജംഗൾ, ഗാവു. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ജംഗൾ. ഈ നെക്സ്റ്റ് വിനു കിസ് पर बैठ कर जा रहा था. विनु किस पर बैठ कर जा रहा था? लोमड़ी पर, हिरन पर, हाथी पर, बालू पर. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഹാത്തി പർ. ഇനി അടുത്തത് കോൻ കേല ഗാ രഹാ ഥാ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഖർഗോഷ്. എന്താണ്? ഖർഗോഷ്. ഇനി നെക്സ്റ്റ് ബില്ലി അവർ കുത്ത ക്യാ കർ രഹേ ദേ. ബില്ലി അവർ കുത്ത ക്യാ കർ രഹേ ദേ. എന്താണ്? ഗേൽ രഹേ ദേ. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2 സൂചന ചാന്ദ് കെ സാത്ത് കവിത കിയെ പങ്ക്തിയാം പടേ അവർ പ്രശ്നവും കെ ഉത്തർ ലിഖേ. അപ്പോൾ എന്താണ്? ഒരു പോം തന്നിട്ടുണ്ട്, അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കവിത കിസ്കെ ബാരേ മേം ഹേ. കവിത കിസ്കെ ബാരേ മേം ഹേ. അപ്പോൾ ഉത്തരം എന്താണ്? ചാന്ദ് കെ ബാരേ മേം. ഇനി രണ്ടാമത്തെ യഹ് ആശയ് വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. ചാന്ദ് മാമ ബഡാ പ്യാർ ഹേ. അപ്പോൾ ഈ ആശയം വരുന്ന ലൈൻ ഏതാണ്? ആദ്യത്തെ ലൈനാണ് ചന്ദ മാമ കിത്തിന പ്യാര. ഓക്കെ. ഇനി നെക്സ്റ്റ് മാച്ച് ചെയ്യാനാണ് സഹി മിലാങ്കരെ. ചന്ദ മാമ കെ ചെഹര, ചന്ദ മാമ മേഘ് മേം, ചന്ദ മാമ കബി കബി. അപ്പോൾ ഇത് വായിച്ചാൽ തന്നെ കിട്ടാവുന്നതാണ്. ചന്ദ മാമ ക ചെഹര ഗോരാ ഹേ. ഇനി നെക്സ്റ്റ് ചന്ദ മാമ മേഘ മേം ചിപ് ജാത്ത ഹേ. ഇനി മൂന്നാമത്തെ ചന്ദ മാമ കബി കബി മുസ്കാത്ത ഹേ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 3. ഗതിവിധി 3 നോക്കാം. സൂചന ചിത്ര ദേഖേ ഔർ താലികാക്കി പൂർത്തി കരേം. അപ്പോൾ താലിക പൂർത്തിയാക്കാൻ, അതായത് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ എന്താ? പാൽത്തു ജാൻവറും അതുപോലെ തന്നെ ജംഗ്ലി ജാൻവറും. അപ്പോൾ ജംഗിളിലുള്ളതും സാധാരണ നമ്മുടെ നാട്ടിലുള്ളതും. അപ്പോൾ പാൽത്തു ജാൻവറിൽ ഏതൊക്കെ വരും? 3 എണ്ണാണ് വരിക. 3 ഗ്യാപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഏതൊക്കെ വരും? കുത്ത വരും, ബക്കരി വരും, ബില്ലി വരും. എന്താണ്? പാൽത്തു ജാൻവർ, കുത്ത, ബക്കരി, ബില്ലി. ഇനി ജംഗ്ലി ജാൻവറിൽ ജിറാഫും അതുപോലെ തന്നെ ഷെയർ. ഓക്കെ. ഗതിവിധി 4 നോക്കാം. സൂചന ഉദ്ഘോഷൻ പടേ ഔർ പ്രശ്നവും കെ ഉത്തർ ലിഖേ. അപ്പോൾ ഒരു ഉദ്ഘോഷം തന്നിട്ടുണ്ട്. വിശ്വ ഹിന്ദി ദിവസ് സമാരോഹ് കബ് ഹേ. വിശ്വ ഹിന്ദി ദിവസ് എന്നാണ്? 10 ജാനുവരി 2024 को. അപ്പോൾ അത് എഴുതാം. ഇനി നെക്സ്റ്റ് आपको स्कूल के विश्व हिंदी दिवस समारोह के लिए एक പോസ്റ്റർ തയ്യാർ കരേ. അപ്പോൾ നമ്മുടെ സ്കൂളിൽ എന്താണ്? വിശ്വ ഹിന്ദി ദിവസ് ആചരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കാനുള്ള ഫോർമാറ്റ് കൂട്ടുകാർക്ക് അറിയാം. ഒരു ബോക്സിൽ പോസ്റ്റർ എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഡേറ്റും പ്ലേസും ഒക്കെ കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് സബ്ക്കോ സ്വാഗതം എഴുതിയിട്ട് പോസ്റ്റർ കംപ്ലീറ്റ് ആക്കുക. ഓക്കെ. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5. गतिविधि 5 सूचना गढ़ पढ़े और प्रश्नों के उत्तर लिखे. अमला की प्रतीक्षा में कौन गढ़े दे. ആൻസർ എന്താ? ദാദാജി. ഓക്കെ. ഇനി അടുത്തത് ബിന്ദു കെ സഹായത കെ വാർത്താലാപ് കി പൂർത്തി കരേം. എന്താണ്? വാർത്താലാപ് പൂർത്തിയാക്കാൻ. അപ്പോൾ ദാദാജി ചോദിക്കുന്നുണ്ട്. അമൽ കൈസേ ഹോ ബേട്ട എന്ന് ചോദിക്കുന്നുണ്ട്. ദെൻ അമൽ ദാദാജി, അമൽ. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. അപ്പോൾ ആദ്യത്തെ ദാദാജി അമൽ കൈസേ ഹോ ബേട്ട ചോദിക്കും. അപ്പോൾ എന്തായിരിക്കും അമൽ പറഞ്ഞിട്ടുണ്ടാവുക? ടീക്ക് ഹും ആപ്പ് കൈസേ ഹേ. സുഖാണ്, താങ്കളുടെ വിശേഷം ദാദാജിനോട് ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ ദാദാജി എന്ത് പറഞ്ഞിട്ടുണ്ടാകും? ഹാം മേം ബി ടീക്ക് ഹും ചെന്നൈ കൈസേ ഹേ. എനിക്ക് സുഖമാണ്, ചെന്നൈ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ അമൽ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അച്ഛാ ഹേ ലേക്കിൻ. നല്ലതാണ്, പക്ഷേ എന്ന് പറയും. അപ്പോൾ ദാദാജി എന്ത് ചോദിക്കും? ക്യാ ഹുവാ ബേട്ട, എന്ത് പറ്റി? അപ്പോൾ അമൽ കൊയ് ദോസ്ത് ഹേ ഹി നഹീം സബ് വ്യസ്ത് ഹേ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ആ കോൺവേഴ്സേഷൻ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ. നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം.
देन ആറാമത്തെ ആക്ടിവിറ്റി സൂചന ചിത്ര ദേക്കുകയും और प्रश्नों के उत्तर लिखिए അപ്പോൾ ഒരു ചിത്രകഥയാണ് ചിത്രകഥ തന്നിട്ടുണ്ട് ഇനി അതിൻ്റെ അടിയിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യത്തെ എന്താ ഖർഗോഷ് കഹാം സേ രഹാ ഹെ അതിൻ്റെ ആൻസർ എന്താ വരിക പേടിക്കെ നീച്ചെ എന്താണ് പേടിക്കെ നീച്ചെ ഈ നെക്സ്റ്റ് ചിത്രം കെ അനുസാർ വാക്യോം കെ ക്രമം ലിഖിയും ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കത് ഓർഡർ ആക്കി നോക്കാം അപ്പോൾ ആ ക്രമബന്ധ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ എഴുതുക ഓക്കെ അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിയർ അല്ലാത്ത കാരണം മനസ്സിലാവുന്നില്ല അപ്പോൾ അത് കൂട്ടുകാർ നോക്കിയാൽ വായിച്ച് നോക്കിയാൽ കിട്ടാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്